തുടർച്ചയായ കപ്പൽ അപകടങ്ങൾക്ക് പിന്നാലെ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം കൂടി നിലവിൽ വരികയാണ്. അപ്പോൾ മീൻകറിയൊക്കെ ഇനി കുറച്ചുനാൾ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. രാത്രി 12 മണിക്ക് നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിടുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കടലിൽ കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടെന്ന ആശങ്ക മത്സ്യവിപണന മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെ ട്രോളിംഗ് നിരോധനവും വരികയാണ്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. തീരത്തിന് ആശങ്കയൊഴിഞ്ഞൊരു നേരമില്ല. ഇപ്പോൾ അഴീക്കൽ തുറമുഖത്തിന് തൊട്ടടുത്ത് 44 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് ഒരു കപ്പൽ നിന്ന് കത്തുകയാണ്. അതോടൊപ്പം ഇവിടെ ഒരു കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ എടുത്തതിന്റെ ആശങ്ക തീരും മുമ്പേ ട്രോളിംഗ് നിരോധനവും വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് തീരത്തു നിന്നുള്ള വിവരങ്ങൾ? ദിലീപ് ദേവസ്യ കേൾക്കുന്നില്ലേ? ശരി, ദിലീപിലേക്ക് നമുക്ക് കണക്ട് ആകുമ്പോഴേക്കും തിരികെ വരാം. എന്തായാലും ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നടപ്പാവുകയാണ്. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. അതായത് അടുത്ത മാസം 31 വരെ മീൻ കിട്ടില്ല എന്ന് ചുരുക്കം. ദിലീപ് ദേവസ്യ കേൾക്കാമോ? വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. സുജിയ, കേൾക്കാം സുജിയ. ഇന്ന് രാത്രി 12 മണി മുതലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരിക. അതിൽ വലിയ ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് രാത്രി മുതൽ തന്നെ നിർത്തിയിടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും മറ്റ് ജോലികൾക്കെല്ലാം തന്നെ നിർത്തി 52 ദിവസമായിരിക്കും ട്രോളിംഗ് നിരോധനം നടത്തുക. ഉപരിതല മത്സ്യബന്ധനത്തിന് വിലക്കില്ലാത്തതിനാൽ ചെറുകിട വള്ളങ്ങളെല്ലാം തന്നെ കടലിൽ പോവുകയും അതിന് തടസ്സമില്ലാതെയും ചെയ്യും. മാത്രമല്ല തുറമുഖത്തും അതോടൊപ്പം തന്നെ ലാൻഡിംഗ് സെൻറ്ററുകളിലും പ്രവർത്തിക്കുന്ന ബോട്ടുകൾ ലാൻഡിംഗ് സെൻറ്ററിലുള്ള പമ്പുകൾക്ക്, പെട്രോൾ പമ്പുകൾക്ക് ഉൾപ്പെടെ അടച്ചിടണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും അതോടൊപ്പം മത്സ്യബന്ധനത്തിന് ഉപജീവനം നടത്തുന്ന ആശ്രയിച്ച് കഴിയുന്ന മറ്റ് ആളുകൾക്കും സൗജന്യ റേഷൻ അടക്കം മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ന് മുതൽ 52 ദിവസം വരുന്ന ഈ വറുതിയുടെ കാലഘട്ടം മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ബുദ്ധിമുട്ടുളവാക്കുന്നതാണ്. കടൽ തീരവും അതായത് വലിയ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ബന്ധനവും പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുകയും ചെയ്തിട്ട് എന്തായാലും ഇന്ന് രാത്രി 12 മണി മുതൽ തന്നെ ഈ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് കെട്ടിയടക്കുകയടക്കം ചെയ്യുകയും ചെയ്യും. സുജിയ, ശരി, ട്രോളിംഗ് നിരോധനം നടപ്പാവുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ദിലീപ് ദേവസ്യ തന്നത്.